ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ജൂൺ 7 ഞങ്ങളുടെ കോൺവൊക്കേഷൻ ഡേ ആണ്. അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ ഒരു ബാച്ച് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഞങ്ങളുള്ള എല്ലാവരും പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ആയിട്ടുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ മണവാളന്താ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ മണവാളന്താ ഒരുങ്ങിയതായത് ആരും ഇനി നേരെ പള്ളിയിൽ മുടി. അപ്പം മണവാളന്താ മാച്ചും വാച്ചൊക്കെ ഇടിയാണ് ഗായ്സ്. അലക്സ ഒറ്റ മൈൻഡി കണ്ണൂരിൽ നിന്ന് ജെറിൻ കോട്ട് സൂട്ടൊക്കെ ഇട്ട് അതെ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് നേരെ രണ്ടുപേരെ മാട്രിമോണിയിൽ. ഇവന്റെ നിശ്ചയം ഇന്ന് കഴിയും. നമ്മളുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? എങ്ങനെ ഉണ്ടോ യൂസേ? അത് മതി. നിനക്ക് കോളറുണ്ടാ? ഓക്കെ ഫൈൻ. അപ്പോൾ ഗായ്സ് നമ്മളിതാ ജെറിൻ്റെ സിവിക്കിനകത്താണ് പോകുന്നത്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇതാണ്ട് കൊളയിലോട്ട് പോകാൻ പോകുന്നു. ഏത് വൈബ്? അംബാനി വൈബില്. ഗായ്സ് ഞങ്ങളിതാ ഇന്ന് ഒരു ദിവസത്തേക്ക് 1 മണിക്കൂറത്തേക്ക് വെച്ച ടീമുകള്. വൈകുന്നേരം എന്തുവാ ജോലി? ഹലോ ഗായ്സ്, അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ 3 പേരും കൂടി മാസമാണെന്നും പറഞ്ഞ് മാസ രീതിയിൽ നടക്കുന്നതാണ്. മാസമാണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യും, ബാക്കി കാണാം. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിതാ ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. അനിയതി ചേച്ചി വൈബല്ലേ? ഞങ്ങളങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ള നമ്മൾ പഠിക്കാൻ വേണ്ടി വന്ന്. അപ്പം ഏത് ചേച്ചി? അപ്പോൾ ആ ഫസ്റ്റ് ടാസ്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാവരും പഠിത്തം കഴിഞ്ഞ് ഇന്ന് ഗ്രാജുവേറ്റ് ആവുന്ന നിമിഷമാണ്. ഹലോ ഗായ്സ്, അപ്പം എന്താ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി ഈ തൊപ്പിയും കൂടി ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ടിടാം. മുടിയല്ലേ അന്തരാശയം. ഹായ് ഹായ്. ഹലോ ഗായ്സ്, ഇപ്പോൾ എൻ്റെ പേര് വിളിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഗായ്സ്, അപ്പം ഞങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിറങ്ങി. ഞങ്ങൾ ആ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞ് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടെ നല്ല കാറ്റാണ്. ഞങ്ങൾ പക്ഷേ കോളേജ് കാര്യം തന്നെ എടുത്തുകൊണ്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. ഞങ്ങളുടെ ഒരു പ്രഹസനമാണ് ഗായ്സ്. അപ്പം ഞങ്ങൾ ഒഫീഷ്യലി കൺവൊക്കേഷനൊക്കെ കഴിഞ്ഞ് ഗായ്സ്. ഇനി ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. സാന്ദ്ര ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മളപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഈ നിമിഷത്തിൽ ഗായ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇവനെയല്ല, നമ്മുടെ വീട്ടുകാരെയാണ്. കാരണം ഇവിടെ ഓരോ കനേഡിയൻസ് ആണേലും അവരെ പേര് വിളിക്കുമ്പോഴത്തേക്ക് അവരുടെ പേരൻസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് ചുരുങ്ങി. നമ്മളെ പേരൻസിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇല്ലേ അലക്സ? അതെ അതെ അതെ, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ക്രിസ്റ്റി ചേട്ടൻ്റെ വീട്ടിലൊരു ചെറിയ പരിപാടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെവിടെയാണ് പോകുന്നത്? ഫഹദിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം അവിടെ ചെന്നിട്ടാണ് ബയോട് നമ്മുടെ പ്രൊഫഷണൽ കം ഫോട്ടോഗ്രാഫറാണ് ഈ നടന്നു വരുന്നത്. ഇക്സാനുണ്ട്, ജെറിനുണ്ട്. അപ്പോൾ ക്രിസ്റ്റി ചേട്ടൻ ഇവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ വിളിച്ചത് എന്താണേലും അതൊരു ഡ്രീം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അലക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ പോകുന്നു. ഒറ്റ മൈൻഡ് ചാടറ അലക്സ, ഒറ്റ മൈൻഡ്. അപ്പൊ നമ്മളെ കോൺവൊക്കേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫഹദ് റെസ്റ്റോറൻറ്റിൽ വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫഹദ് നമ്മൾ ഈയിടയ്ക്ക് എക്സ്പ്ലോർ ചെയ്ത ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ഭയങ്കര ചീപ്പ് ആൻഡ് ഗുഡ് ക്വാളിറ്റി ആണ്.
ഫോട്ടോ എടുക്കുന്നവരാണോ ഉദ്ദേശിച്ചത്? അപ്പൊ ഗായ്സ് നമ്മളിതാണ്ട് അല്ല ഗായ്സ്, അപ്പൊ നമ്മളതാ ബാർബിക്യൂ പ്ലേറ്റർ, ഞാന് ഇതാ നമ്മളെ ചിക്കൻ, നമ്മളെ മട്ടൻ, ദാ ലസ്സി എല്ലാം വന്നു. എല്ലാരും ഹാപ്പി അല്ലേ? ഗായ്സ്, അപ്പൊ ഞങ്ങള് പകുതിന്ന് ഫുഡൊക്കെ കഴിച്ച് എന്നാ വയറ് പറഞ്ഞാണല്ലോ സെറ്റ്. ചേച്ചിയുടെ വയറൊക്കെ അറിഞ്ഞാ അലക്സ? എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയിപ്പോ നേരെ വീട്ടിൽ പോവുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ കഴിഞ്ഞ് അപ്പം ഇനി അടുത്തതായിട്ട് നമ്മള് വ്ലോഗ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യ. പക്ഷെ ഇന്ന് കൺവൊക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് എന്താന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്യണം. അപ്പം എങ്ങനെയാ? ഇതാണ് നമ്മളെ DJ ക്രിസ്റ്റി, വലിയ മീനാളാ കേട്ടാ. ഗായ്സ്, എനിക്ക് തെറ്റിപ്പോയി, ഇത് DJ ക്രിസ് ആണ്. ഒന്ന് അറിഞ്ഞു കണ്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കേട്ടാ, എല്ലാം അമർത്തി ഞെക്കി കൊടുക്കുക. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊക്കെ തുടക്കക്കാരനാണ്, ഒരുപാട് കുറ്റങ്ങളും കുറവുകളും കാണും, അതെല്ലാം പയ്യനെ കൊണ്ട് നേരത്തെ കൊണ്ടുവരാം. പക്ഷേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.